ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കേരള സർക്കാരിന്റെ ഒഡേപെക്ക് വഴി നടക്കുന്ന കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ത്രൂ തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംരംഭമാണ് ഒഡേപെക്ക് എന്ന് പറയുന്നത്. ജോലി നോക്കുന്ന എല്ലാവരും ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് ആണ് കേരള സർക്കാരിന്റെ ഒഡേപെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളുടെ ചാനലിൽ തന്നെ ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോബ് ഓപ്പണിങ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. odpc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ജോബ്സിൽ കയറിയാൽ മതി. അപ്പോൾ ഇവിടെ കറണ്ട് ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള 3 ജോബ് ഓപ്പണിങ്സ് ആണ് ഉള്ളത്. ഒന്ന് സൗദി അറേബ്യയിലേക്ക് അക്കൗണ്ടൻസ്, ഡേറ്റ അനലിസ്റ്റ്, ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോ മേക്കർ, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് കൺസൾട്ടന്റ്, HR ആൻഡ് ബ്രാഞ്ച് മാനേജർ. ഇത്രയും പൊസിഷനിലാണ് ഈ ഒരെണ്ണം ഹയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൽ നഴ്സസിനെ UAE ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫീമെയിൽ നഴ്സസിനെ സൗദി അറേബ്യയിലേക്കും ഹയർ ചെയ്യുന്നുണ്ട്. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 14 ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പം ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 14 ആണ് കേട്ടോ. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിന്റെ ജോബ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ജെൻഡർ പ്രിഫർ ചെയ്തേക്കുന്ന മെയിൽ ആണ്, ഏജ് റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ റെലവെന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാലറി റേഞ്ച് ഡിപ്പെൻസ് ഓൺ പൊസിഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പൊസിഷൻ ആൻഡ് എക്സ്പീരിയൻസ് റിക്വയർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡേറ്റ അനലിസ്റ്റിന് അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. ബ്രാഞ്ച് മാനേജറിന് അത് കഫേസ് ആൻഡ് ഫുഡ് സെക്ടർ ആണ്, അതിൽ അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. എക്സിക്യൂട്ടീവ് HR-ന് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം. ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ ഡിപ്പെൻസ് ഓൺ ദ സ്കില്ലാണ് പറഞ്ഞേക്കുന്നത്. പർച്ചേസിംഗ് അക്കൗണ്ടന്റ് അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം. കോസ്റ്റ് അക്കൗണ്ടന്റ് അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം. പബ്ലിക് അക്കൗണ്ടന്റ് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം. മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് കൺസൾട്ടന്റ് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പൊ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തെ കോൺട്രാക്ട്സ് ആണ് പറയുന്നത്. അക്കോമഡേഷൻ അവർ തരും, ട്രാൻസ്പോർട്ടേഷൻ തരും. പ്രൊബേഷൻ പീരീഡ് 3 months ആണ്. വർക്കിംഗ് അവേഴ്സ് 10 hours per day ആണ്. എയർ ടിക്കറ്റ് ഡിപ്പെൻസ് ഓൺ ദ പൊസിഷൻ ആണ്. ഫുഡ് അലവൻസ് ഇല്ല. വർക്കിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹേൽ സിറ്റി ഇൻ സൗദി അറേബ്യ ആണ്. പെയ്ഡ് ഹോളിഡേയ്സ് ഉണ്ട്, അതുപോലെ തന്നെ വിസയും തരും. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് CV, കോപ്പി ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് കോപ്പി ഓഫ് പാസ്പോർട്ട് ഇത്രയും ഇത് recruit@odepec.in എന്നുള്ള ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. മറക്കണ്ട, ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 14th June ആണ് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് മെയിൽ നഴ്സസ് റിക്വയർഡ് ഫോർ ഇൻഡസ്ട്രിയൽ മെഡിസിൻ ഡിവിഷൻ ഇൻ UAE ആണ്. അപ്പൊ സാലറി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5000 AED ആണ് സാലറി പറഞ്ഞേക്കുന്നത്. അതുപോലെ കരിയർ ലെവല് എക്സ്പീരിയൻസ് 2 year എക്സ്പീരിയൻസ് ഉള്ളവരാണ് നോക്കുന്നത്. മെയിൽ ആണ് ജെൻഡർ പ്രിഫറൻസ്. ക്വാളിഫിക്കേഷൻ BSc ഓർ PBBN ആണ് പറഞ്ഞേക്കുന്നത്. ഉള്ള മെഡിസിൻ ഡിവിഷനിലേക്കാണ് കേട്ടോ ഹയർ ചെയ്യുന്നത്. ഇത് 80 പൊസിഷൻ ഉണ്ട്. അത് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഇപ്പം നഴ്സിംഗ് ജോബൊക്കെ നോക്കുന്നവർക്ക് 1 രൂപ ചെലവില്ലാതെ ഇവിടെ ജോലി കിട്ടും. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ അതും നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ആണ്. അത്രയും ജെനുവൻ ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് ആണിത്. അപ്പൊ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആണ്. എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് 2 years എക്സ്പീരിയൻസ് ഇൻ ICU, എമർജൻസി, അർജന്റ് കെയർ, ക്രിട്ടിക്കൽ കെയർ, ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സിൽ താഴെ. മസ്റ്റ് ബി എ DOH പാസർ ഓർ DOH ലൈസൻസ് ഓർ വിത്ത് DOH ഡേറ്റ ഫ്ലോ പോസിറ്റീവ് റിസൾട്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം സാലറി 5000 AED പെർ മന്ത് ആണ്. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിമോട്ട് ഏരിയസിലാണെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് അവേഴ്സ് 60 hours പെർ വീക്ക് ആണ് കേട്ടോ. വിസ എന്ന് പറയുന്നത് കമ്പനി പ്രൊവൈഡ് ചെയ്യും. എയർ ടിക്കറ്റ് പ്രൊവൈഡ് ബൈ ദ കമ്പനി. മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡഡ് ബൈ ദ കമ്പനി. ആനുവൽ ലീവ് 30 days വിത്ത് ഫുൾ സാലറി പെയ്ഡ്. നിങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് CV, കോപ്പി ഓഫ് DOH ലൈസൻസ് ആൻഡ് DOHന്റെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫ്, അത് gcc@odepec.in എന്നുള്ളത് 30-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഫീമെയിൽ BSc നഴ്സസ് ടു മിലിറ്ററി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യ ആണ്. 30th June ആണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അത് സാലറി പറഞ്ഞിട്ടുണ്ട്. സാലറി എന്ന് പറയുന്നത് 4110 പ്ലസ് എക്സ്പീരിയൻസ് അലവൻസ് ഉണ്ട്.
അപ്പം സാലറി പറഞ്ഞിട്ടുണ്ട് മിനിമം 2 ഇയേഴ്സ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പ്രിഫേർഡ് കാൻഡിഡേറ്റ്സ് ഫീമെയിൽ ആണ് കേട്ടോ. ക്വാളിഫിക്കേഷൻ BSc, PBBN, MSc നഴ്സിംഗ് ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ് പറയുന്നത് മിനിമം 2 ഇയേഴ്സ് ആണ്. സ്റ്റിൽ വർക്കിംഗ് മാൻഡേറ്ററി ആൻഡ് ഗ്യാപ്പ് മോർ ദാൻ 6 months ഇൻ ദ എൻറ്റയർ കരിയർ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്. അപ്പം നിങ്ങൾക്ക് 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് നിങ്ങളുടെ എൻറ്റയർ കരിയറിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ കൺസിഡർ ചെയ്യത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ സ്റ്റിൽ കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ അപ്ലൈ ചെയ്യാം. ഇതിന്റെ ഏജ് ലിമിറ്റ് 35 വയസ്സിൽ താഴെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. നിങ്ങളുടെ ബയോഡേറ്റ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, പാസ്പോർട്ട് വിത്ത് 6 months വാലിഡിറ്റി, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഓൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇൻക്ലൂഡിംഗ് സ്റ്റിൽ വർക്കിംഗ്, അതുപോലെ ആധാർ കോപ്പി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ gcc@odepec.in എന്നുള്ള ഇമെയിൽ ഐഡിയിലേക്ക് 30-നുള്ളിൽ അപ്ലൈ ചെയ്യാം. അതിൽ സബ്ജക്ട് വെക്കാൻ വേണ്ടിയിട്ട് അവർ മെയിൻ പറഞ്ഞിട്ടുണ്ട് ഫീമെയിൽ നഴ്സസ് ടു MOH KSA എന്നാണ് കേട്ടോ സബ്ജക്ട് വെക്കേണ്ടത്. അപ്പൊ ഇത് ഇങ്ങനെ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അക്കോമഡേഷൻ, വിസ, ടിക്കറ്റ് വിൽ ബി ഇഷ്യൂഡ് ബൈ ദ എംപ്ലോയർ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എംപ്ലോയർ തന്നെയാണ് ചെയ്യുന്നത്. സർവീസ് ചാർജസ് ആപ്ലിക്കബിൾ ആസ് പെർ ഗവൺമെന്റ് നോംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ എന്തെങ്കിലും ചാർജസ് വരാൻ കൊണ്ട് സാധ്യതയുണ്ട്. ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈ മെൻഷൻ ചെയ്തേക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ജോബ് സ്വിച്ച് ചെയ്യാനൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഒഡേപെക്കിന്റെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൽ ഒരുപാട് ജോബ് ഓപ്പണിങ്സ് ഉണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇത് 5 ഡേയ്സിനുള്ളിൽ തന്നെ ഇത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. അതായത് അവർ പോസ്റ്റ് ചെയ്ത് 5 ഡേയ്സിനുള്ളിൽ തന്നെ അവരത് ക്ലോസ് ചെയ്യണം. അപ്പം നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജോബ് ഓപ്പണിങ്സ് മിസ് ചെയ്യാതിരിക്കത്തുള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.